വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തമിഴം കണ്ടപ്പോ തന്നെ ഏകദേശം രൂപമൊക്കെ പിടിയിട്ടിട്ടുണ്ടാവും. അപ്പൊ ഗൈസ്, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് എന്റെ കന്നി വോട്ടിന്റെ ദിവസമാണ് ഗൈസ്. അപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. ഇന്ന് 26-ാം തീയതിയാണ്. നമ്മളിവിടെ എല്ലായിടത്തും ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറോ അതിനെക്കുറിച്ച് ചോദിച്ചറിയാറോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ ഒരു ഇതിൽ ഞാൻ ഇവരെ എന്താ പറയാ പോയിട്ടേനില്ല. വോട്ട് വോട്ട് എടുക്കണ ആ ഒരു ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എങ്ങനെയാണ് ഏതാണെന്ന് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് മാത്രമേ അറിയുള്ളൂ, ഇങ്ങനെ ആക്കിങ്ങാണ്ട് എന്താ മറ്റേ അതിൽ പോയിങ്ങാണ്ട് ആർക്കാ വേണ്ട ആ സ്വിച്ച് നക്കാൻ മാത്രമേ അറിയുള്ളൂ. അവിടെ എന്താ പോയി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഇപ്പൊ പക്ഷെ ഞാൻ എന്റെ വീട്ടിലാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് ഇൻഡോടെയാണ്. കാരണം ഉമ്മാക്ക് തീരെ വയ്യാതായിട്ടുള്ള ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പൊ ബാബു ഇന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാൻ വരും. അപ്പൊ എന്തായാലും ഗൈസ്, എന്താ പറയാ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ തല നനച്ചിട്ടില്ല. കാരണം ഇമ്മാതിരി വെയിലാണ് പുറത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ തല നനച്ച് മുടിയും കെട്ടി തട്ടും ഇട്ട് പുറത്ത് പോയാൽ നീരിറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ വെയ്യാതെ മൂലൊക്കെ കിടക്കാം. ഒന്നാമത് വയ്യ, സത്യം പറയാൻ രാത്രി തന്നെ കിടന്ന് ഉറങ്ങാൻ വയ്യ ചൂടുകൊണ്ട്. പിന്നെ വെയ്യാതെയും കൂടെ ആയിങ്ങാണ്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൈസ്, തല ഒന്നും നനച്ചിട്ടില്ല, മേല് കഴുകിയിട്ടുള്ളൂ. ഇനി നമുക്ക് റെഡി ആവാനുണ്ട് പോവാൻ വേണ്ടിങ്ങാണ്ട്. അപ്പൊ എന്തായാലും ബാബു കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ ബാബുവിന്റെ ഡ്രസ്സ് ഞാൻ പുതിയൊരു ദിവസം ഇവിടെ വന്നുകൊണ്ട് ഇന്നെ ആക്കാൻ വന്നന്ന് ഇവിടെ കഴിച്ചിട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളത് അയൺ ചെയ്ത് വെക്കണം. ആൾ ഇവിടെ വന്നിട്ടാണ് റെഡി ആവാനുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എന്റെ കണ്ണിയോട്ടിന്റെ കാര്യങ്ങളും ഞങ്ങൾ പോണതും ഒക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ഏതൊരു എന്താ പറയാ, എന്തോ ഒരു ജാനകിന്റെ ലുക്കൊക്കെ ഉണ്ട് ഗൈസ്. കുളിച്ച് മന മാക്സിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ നേരെ റെഡി ആവാൻ ചെന്നു കേട്ടോ. കാരണം ബാബു കുറേ നേരമായി എന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങളിതാ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഷാനു കണ്ടിട്ട് അത് ഞങ്ങൾ കണ്ടേക്ക് മൂപ്പറാണ് നല്ല ബിസ്ക്കറ്റും കൂടി ചാടിക്കുന്നു. അവന് വീഡിയോ തിരിച്ചതിൽ തന്നെ മുഖം മറക്കാൻ വേണ്ടിങ്ങാണ്ട് കൈ അങ്ങോട്ട് ഇതാക്കിയതിൽ ക്ലാസ്സിലുള്ള ചായ ഒന്നാകെ മേത്ത് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ എങ്ങനെയുണ്ട് പോകുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണും മുറക്കപ്പാടി വെറുതെയാണ് ഒരു മാറ്റി ഒരുങ്ങി പോയതെന്ന് തോന്നിപ്പോയി എനിക്ക്. അതും അമ്മാതിരി വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എടുക്കുന്നത് പൂക്കോട്ടൂരാണ് കേട്ടോ. അവിടേക്ക് കുറച്ച് പോവാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ പോണ വഴി എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി വന്നിട്ട് ഞാൻ പോണ വഴി എടുക്കാമെന്ന് വിചാരിച്ചാണ് ആലത്തൂർപ്പടി കൊറിയർ ഓഫീസിൽ വന്ന് എടുക്കുന്നത്. എന്താണെന്നറിയില്ല, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എലക്ഷൻ കാരണമായിരിക്കും എന്ന്. പിന്നെ ഞങ്ങൾ നേരെ മേൽമുറിക്ക് പോയി. കാരണം അവിടുത്തെ ഒരു സ്കൂളിലാണ് നമുക്ക് വോട്ട് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്നിറങ്ങി പെട്ടെന്നായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങലും. കാരണം തിരക്കുണ്ടായിരുന്നില്ല നമ്മളെ ബൂത്തിൽ. ഇതാണ് കേട്ടോ നമ്മൾ വോട്ട് ചെയ്ത സ്ഥലം. പിന്നെ ബാബുവിനെ ആരോ കണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ സംസാരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാകാൻ നിൽക്കുകയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ഇറങ്ങി പോണ വഴിയാണ് ബാബു എന്താ പറയുക കുറേ പേരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കട്ട പോസ്റ്റ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ ഗൈസ്, എൻ്റെ വോട്ട് കഴിഞ്ഞു കേട്ടോ. അതാ വീട് കൊടുക്കാൻ പറ്റിയില്ല, ഉള്ളിൽ കയറുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് എടുത്തത്. അവരൊക്കെ ബാബുനായിട്ട് പോ മൈക്ക് എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പെങ്കിൽ കേട്ടെന്ന് വരൂല. അപ്പൊ ദിലുവിന്റെ കഞ്ഞി വോട്ട് കഴിഞ്ഞു. ആള് ഭയങ്കര ടെൻഷനില് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വോട്ട് ചെയ്യല്ലേ, അപ്പൊ ആൾക്കാരുണ്ടാവും. അപ്പൊ ഏതായാലും വോട്ടൊക്കെ കഴിഞ്ഞ് ഹാപ്പിയല്ലേ? ഹാപ്പിയാ മനുഷ്യനാ. എന്താ ചെയ്യേണ്ടതെന്ന് കൊടുത്താ ഒരു വർച്ചിലായിരുന്നു അതിന്റെ ഉള്ളിൽ കയറിയപ്പോ. അപ്പൊ ഏതായാലും നിങ്ങളൊക്കെ വീഡിയോ വരുമ്പോഴത്തേനും മിക്കവാറും നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. അപ്പൊ എല്ലാരും വോട്ട് ചെയ്യാം. ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നമ്മള് പറയലേ. നമ്മളെ വോട്ട് വന്നതിന്റെ ഇവിടെ മേൽമുറി 27 വെച്ചേക്കാം നമ്മളെ വോട്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വോട്ട് പറ്റി അധികം ഒന്നും അറിയില്ല. ബാബു പറഞ്ഞു എന്നോട് വരുമ്പോ ചോദിക്കണേ, അനക്ക് വോട്ട് ചെയ്യാൻ അറിയോ, അനക്ക് അറിയോ എന്താ ചെയ്യണ്ടെന്ന് അറിയോ. കാരണം ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വോട്ട് ആയതുകൊണ്ട്, ഇലക്ഷൻ ആയതുകൊണ്ട്, കാരണം ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയില്ല. അപ്പോ അതുകൊണ്ട് അവള് പറഞ്ഞ വോട്ടൊന്നും മാറി കുത്തരുത്. പിന്നെ അതുപോലെ തന്നെ മാറി കുത്താൻ കുറെ എത്ര ഉണ്ട്, 10-12 ഉണ്ടല്ലോ. അതൊന്നും നോക്കിയില്ല. എന്നോട് പറഞ്ഞ ഇന്നൊരു ചിഹ്നം പറഞ്ഞു. അത് തപ്പ ഞാന്
അത് തപ്പി ലാസ്റ്റ് ചെയ്തുട്ടാ. അവിടെ എടുത്തന്നെ ഒരു ബോക്സ് തന്നെ ഇറപ്പേ ഇത് എന്തെങ്കിലും കാട്ടണ്ടി എന്താ കാട്ടിനൊരു വിറച്ചില് നാണം കടൂലേ ഒന്നും അറിയാതെ എന്തേലും കാട്ടിയാല്. അങ്ങനെ എന്തായാലും കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നിൽ വന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ വെള്ളം കുടിച്ചിട്ട് പരിപോലെ എപ്പോഴും ഒരു വികാരമാണ് സർവത്തൊരു വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ മമ്മി ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. കാരണം മമ്മിക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നല്ല സെറ്റപ്പായി നിൽക്കുന്നു. പിന്നെ രണ്ടാളും പോയി. കാരണം രണ്ടാൾക്കും ഒരേ സ്ഥലത്ത് വോട്ട് ചെയ്യാണ്ട് എനിക്ക് വേറെ സ്ഥലത്ത് ചെയ്യുന്നു കേട്ടോ. ഗായ്സ് അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഇവിടെ വന്നേക്കാനെ ബാബു ഉമ്മാനായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോയി. ഇവിടെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പോയിട്ട്. ഇവിടെ കുഞ്ഞാമാൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളുടെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് വോട്ടെടുക്കാൻ പോണ ഒരു കൗതുകത്തിന് എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ എടുത്തുന്നുള്ളൂ. അപ്പം എന്താ പറയാ അധികം ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു രസത്തിന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പോലെ കന്യോട്ട് ഇപ്രാവശ്യത്തെ കന്യോട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വേണ്ട ഓരോ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ലൈഫിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് വോട്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ അവിടുന്ന് വരുന്ന ടൈമിൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പൈനാപ്പിൾ വാങ്ങിക്കാണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ഉമ്മാനായിട്ട് പോയി പറഞ്ഞല്ലോ, ഒരു വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അധികം ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഇത് വൈൻഡപ്പാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തേമായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതേമാതിരി നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് ഇപ്രാവശ്യത്തെ വോട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.